വെറുതെ ഒരു ഫോണിൽ തൊട്ടാൽ ലൈറ്റ് തെളിയും, അതിനൊരു റെസ്പോൺസ് ഉണ്ട്. പക്ഷേ ഹ്യൂമൻ റെസ്പോൺസസ് ആർ ഓൾവേസ് ലേറ്റ്. ഇപ്പം അമ്മേ അമ്മേ ഒന്ന് വിളിക്കും, രണ്ട് വിളിക്കും, അമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഫോണിൻ്റെ റെസ്പോൺസ്, ടെക്നോളജി, ടാബും ഒക്കെ അത് വെരി ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർ പെട്ടെന്ന് അവർക്ക് ബോറടിക്കും, അവർക്ക് പെട്ടെന്ന് ഉത്തരം വേണം, റെസ്റ്റ്ലെസ് ആവും പെട്ടെന്ന്. അങ്ങനെ ഒരു നേച്ചർ കണ്ടിട്ടുണ്ട്. ക്ഷമ നശിക്കുന്ന ഒരു സമയം. ട്രാവൽ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഒത്തിരി സമയം ട്രാവൽ ചെയ്തു എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് ഇത്ര നേരം വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഹൈപ്പർ ആക്റ്റീവായിട്ട്, അത് വളരെ കറക്റ്റാണ്. കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് മാറുന്നുണ്ട് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ എനിക്ക് ടീച്ചറിന്റെ വിദഗ്ധമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അത്. വളരെ കറക്റ്റാണ്. ഒരു ക്ലാസ്സിൽ 66 കുട്ടികളുണ്ടെങ്കിൽ 66 കുട്ടികളും ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇന്നത്തെ ഒരു കാലത്ത്. മീൻസ് എന്തെങ്കിലും ഒരു തരത്തിൽ അവരിങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടേയിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അല്ലാത്ത കുട്ടികളുണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കമാണ്. അത് അവരുടെ ജനറേഷന്റെ വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ഇതിന്റെ ഒരു അതിപ്രസരം